നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ചൂടുപിടിച്ചുള്ള ചൂടേറിയ ചർച്ചകളും അതിന്റെ നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഇപ്പോൾ തന്നെ വളരെ പ്രതീക്ഷ ആർജിച്ചുകൊണ്ട് ജോ ബൈഡന്റെ പിൻഗാമിയായിട്ട് ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് വരുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ തന്നെ മുൻ പ്രസിഡന്റ് കൂടിയായ ഡൊണാൾഡ് ട്രംപ് തന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് ഉണ്ട് താൻ. ഇതുവരെയും പരസ്യ പിന്തുണയൊന്നും പ്രഖ്യാപിക്കാതിരുന്ന മറ്റൊരു മുൻ പ്രസിഡന്റായ ബറാക് ഒബാമയും അദ്ദേഹത്തിന്റെ ഭാര്യ മിഷേൽ, ഇവർ രണ്ടുപേരും ഇപ്പോൾ പരസ്യമായിട്ട് കമലയ്ക്ക് പിന്തുണയുമായിട്ട് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അവർ പറയുന്നത് കമല വരും, പുതിയൊരു അധ്യായം തുറക്കും എന്നുള്ളത്. ഏതായാലും കമലയ്ക്ക് വമ്പിച്ച സ്വീകാര്യതയാണ് എല്ലായിടത്തും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ഒട്ടും മോശമൊന്നുമല്ല. പക്ഷേ ട്രംപിന്റെ ചില പദപ്രയോഗങ്ങളും ചില ശൈലികളും ഒക്കെ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിലും അത് അത്രത്തോളം സ്വീകാര്യമാണ് എന്നുള്ളത് ചിന്തിക്കേണ്ടതായിട്ട് ഉണ്ട് താൻ. എല്ലാവരിലേക്കും വളരെ പ്രതീക്ഷയോടെ കടന്നു കയറുവാനായിട്ട് കഴിവുള്ള ഒരു പ്രത്യേക കഴിവ് കമല ഹാരിസിനുണ്ടെന്നാണ് പൊതുവെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റിക് ഭാഗത്തിൽപ്പെട്ട ആ ഒരു പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഈ വനിതയ്ക്ക് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. കമല ഹാരിസ് പ്രസിഡന്റായി വരുമ്പോൾ അമേരിക്കയിൽ ഒരു പുതിയ ചരിത്രമായി മാറുക. ചില നാളുകൾക്ക് മുമ്പ് ഋഷി സുനക് UK പ്രധാനമന്ത്രിയായതുപോലെ ഇന്ത്യൻ വംശജയായ സ്ത്രീ അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് ആകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമായിട്ട് നമുക്ക് കാണാനായിട്ട്. ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ പല ഇന്ത്യൻ വംശജരായിട്ടുള്ള പലരും പല രാജ്യങ്ങളിലും പ്രതിനിധി സഭകളിലോ അല്ലാതെയോ ഒക്കെ അവർ ഭരണ ചക്രം നയിക്കുന്നവരൊക്കെയാണ്. ഇതൊക്കെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമുള്ള കാര്യം. ഏതെങ്കിലുമൊക്കെ തലപ്പത്ത് ഇന്ത്യക്കാരുള്ളത് ഒരു വലിയ നേട്ടമായിട്ട് തന്നെ കാണേണ്ടുന്ന കാര്യമാണ്. അവരുടെ കഴിവുകളും അവരുടെ ബുദ്ധിവൈഭവവും കാര്യശേഷിയും എല്ലാം അവരുൾപ്പെടെ നിൽക്കുന്ന സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുമ്പോൾ നിശ്ചയമായിട്ടും ഇന്ത്യക്കാർ എന്നുള്ള നിലയിൽ നമുക്കും അത് വലിയ അഭിമാനമാണ്. ഏതായാലും അല്പോടൊന്ന് കാത്തിരിക്കേണ്ടതുണ്ട്. കമലയാണോ ട്രംപാണോ വീണ്ടും വരുന്നതെന്നതിനെ കുറിച്ച്. ചിലയിടങ്ങളിൽ അവർക്ക് ബലാബലമാണ് അവരുടെ പിന്തുണ നിൽക്കുന്നത്. എന്നാൽ മറ്റു സ്ഥലങ്ങളിൽ അങ്ങനെയല്ല. ഏതായാലും നമുക്ക് നോക്കാം, നോക്കി കാണാം. ഏതായാലും പുതിയ വിശേഷങ്ങളുമായിട്ട് വാർത്തകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.